വെള്ളിക്കുളങ്ങര ആനപ്പാന്തത്ത് ആദിവാസി വീട്ടമ്മയെ കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ശാസ്താംപൂവം ആദിവാസി നഗരിൽ കാടർ വീട്ടിൽ മീനാക്ഷിയെയാണ് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. കൊട്ടേക്കാട് സ്കൂട്ടറിന് തീപിടിച്ച് ഗുരുതരമായി പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന യുവാവും മരിച്ചു. പേരാമംഗലം സ്വദേശി 24 വയസ്സുള്ള വിഷ്ണുവാണ് മരിച്ചത്. തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ ബുധനാഴ്ച രാവിലെയായിരുന്നു മരണം. 23 കിലോയോളം കഞ്ചാവുമായി കുപ്രസിദ്ധ മയക്കുമരുന്ന് കടത്തുകാരൻ പിടിയിൽ. മാള പൂപ്പത്തി നെടുമ്പറമ്പിൽ ഷാജി എന്ന പൂപ്പത്തി ഷാജിയാണ് പിടിയിലായത്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. വെള്ളിക്കുളങ്ങര ആനപ്പാന്തത്ത് ആദിവാസി വീട്ടമ്മയെ കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ശാസ്താംപൂവം ആദിവാസി നഗറിലെ കാടർ വീട്ടിൽ മീനാക്ഷിയെയാണ് ചൊവ്വാഴ്ച രാവിലെ ആനപ്പാന്തം സംരക്ഷിത വനത്തിൽ ചേരങ്കയത്തിന് സമീപം ബമ്പ് കയത്തിൽ റോഡിൽ ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. വനംവകുപ്പ് വാച്ചർമാരാണ് മൃതദേഹം കണ്ടത്. ഉടനെ അധികൃതരെ വിവരം അറിയിക്കുകയായിരുന്നു. മീനാക്ഷി ഇടയ്ക്കിടെ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകാറുണ്ടെന്നും ഇക്കുറി 2 ദിവസം മുൻപാണ് ഇവർ ഇറങ്ങിപ്പോയതെന്നും ബന്ധുക്കൾ പറഞ്ഞു. വെള്ളിക്കുളങ്ങര പോലീസും ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്തെത്തി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. കൊട്ടേക്കാട് സ്കൂട്ടറിന് തീപിടിച്ച് ഗുരുതരമായി പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന യുവാവും മരിച്ചു. പേരാമംഗലം സ്വദേശി 24 വയസ്സുള്ള വിഷ്ണുവാണ് മരിച്ചത്. തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരിക്കെ ബുധനാഴ്ച രാവിലെ 10 മണിയോടെയായിരുന്നു മരണം സംഭവിച്ചത്. ഇന്നലെ രാത്രി 8:30 തൃശൂരിൽ നിന്നും മുണ്ടൂരിലേക്കുള്ള യാത്രയ്ക്കിടെ കൊട്ടേക്കാട് പള്ളിക്ക് മുന്നിലായിരുന്നു അപകടം. കഴിഞ്ഞ ദിവസം രാത്രി 8:30 തൃശൂരിൽ നിന്നും മുണ്ടൂരിലേക്കുള്ള യാത്രയ്ക്കിടെ കൊട്ടേക്കാട് പള്ളിക്ക് മുന്നിലായിരുന്നു അപകടം. വിഷ്ണു സഞ്ചരിച്ചിരുന്ന സ്കൂട്ടർ കൊട്ടേക്കാട് പള്ളിക്ക് മുന്നിലെ വളവിൽ വെച്ച് നിരങ്ങി മറിയുകയായിരുന്നു. വീഴ്ചയിൽ സ്കൂട്ടറിൽ നിന്നും പെട്രോൾ ചോർന്നിരുന്നു. വീണ സ്കൂട്ടർ നേരെയാക്കി സ്റ്റാർട്ട് ചെയ്തപ്പോൾ തീ ആളിപ്പടരുകയായിരുന്നു. തീപിടുത്തത്തിൽ സാരമായി പൊള്ളലേറ്റ വിഷ്ണുവിനെ നാട്ടുകാർ ചേർന്നാണ് ആശുപത്രിയിൽ എത്തിച്ചത്. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് തൃശൂരിൽ നിന്ന് ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത്. അപകട വിവരമറിഞ്ഞ് വിയൂർ പോലീസും സ്ഥലത്തെത്തിയിരുന്നു. 55% പൊള്ളലേറ്റ വിഷ്ണു തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിക്കുകയായിരുന്നു. മീഡിയ ടൈം, തൃശൂർ. കൊടുങ്ങല്ലൂർ നഗരസഭയിലെ 41ാം വാർഡ് ഉപതെരഞ്ഞെടുപ്പിൽ BJP സീറ്റ് നിലനിർത്തി. BJPയിലെ ഗീതാ റാണി 69 വോട്ടുകൾക്ക് വിജയിച്ചു. ആകെ പോൾ ചെയ്ത 603 വോട്ടിൽ ഗീതാ റാണി 269 വോട്ട് നേടി. UDF സ്ഥാനാർത്ഥി P. സുരേഷ് കുമാർ 203 വോട്ടും LDF സ്ഥാനാർത്ഥി GS സുരേഷ് 131 വോട്ട് നേടി. അഡ്വക്കേറ്റ് DD വെങ്കടേശ്വരൻ കൗൺസിലർ സ്ഥാനം രാജിവെച്ചതിനെ തുടർന്നാണ് 41ാം വാർഡിൽ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവന്നത്. നിയന്ത്രണം തെറ്റിയ പിക്കപ്പ് വാഹനം മതിലിടിച്ച് മറിഞ്ഞ് അതിഥി തൊഴിലാളി മരിച്ചു. ആസാം സ്വദേശിയായ സദാമാണ് മരിച്ചത്. അന്നമനട കല്ലൂരിൽ ചൊവ്വാഴ്ച വൈകിട്ടായിരുന്നു സംഭവം. പിക്കപ്പ് വാഹനത്തിൽ 10 പേരോളം ഉണ്ടായിരുന്നു. പരിക്കേറ്റ ബാക്കി 9 പേരെയും വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. അന്നമനടയിൽ PWDയുടെ കാർ നിർമ്മാണം നടത്തുന്ന കോൺട്രാക്ടറുടെ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. ശബ്ദം കേട്ട് നാട്ടുകാർ ഓടിക്കൂടുകയായിരുന്നു. മാള പോലീസും നാട്ടുകാരും ചേർന്ന് പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിച്ചു. 3 പേരുടെ നില ഗുരുതരമാണെന്ന് അറിയുന്നു. പരിക്കേറ്റ എല്ലാവരും അതിഥി തൊഴിലാളികളാണ്. അമിത വേഗതയാണ് അധിക ഭാരവുമാണ് അപകട കാരണമെന്നാണ് നിഗമനം. 23 കിലോയോളം കഞ്ചാവുമായി കുപ്രസിദ്ധ മയക്കുമരുന്ന് കടത്തുകാരൻ പിടിയിൽ. കഞ്ചാവ് കടത്തിയതിന് 7.5 വർഷം കഠിന തടവിനും 75,000 രൂപ പിഴയും ശിക്ഷിക്കപ്പെട്ട് അപ്പീൽ ജാമ്യത്തിലുള്ള ക്രിമിനൽ മാള പൂപ്പത്തി സ്വദേശി നെടുമ്പറമ്പിൽ വീട്ടിൽ ഷാജി എന്ന പൂപ്പത്തി ഷാജിയാണ് പിടിയിലായത്. തൃശൂർ റൂറൽ ജില്ലയിലെ പ്രധാന സഞ്ചാരപാതകൾ കേന്ദ്രീകരിച്ച് നടത്തിയ വ്യാപക പരിശോധനകൾക്കിടയിൽ ചാലക്കുടി ഡിവൈഎസ്പി K. സുമേഷിന്റെ നേതൃത്വത്തിൽ കൊടകരയിൽ ദേശീയപാതയോട് ചേർന്ന ബസ് സ്റ്റോപ്പിന് സമീപം സംശയാസ്പദമായി കണ്ട ഷാജിയിൽ നിന്നും 23 കിലോയോളം കഞ്ചാവ് പിടികൂടുകയായിരുന്നു. ഇയാൾക്ക് പട്ടിക്കുട്ടി ഷാജിയെന്നും വിളിപ്പേരുണ്ട്. ഒറീസയിൽ നിന്നും ട്രെയിൻ മാർഗവും ബസ് മാർഗവും വൻതോതിൽ നിയമം മൂലം നിരോധിക്കപ്പെട്ട മയക്കുമരുന്നായ കഞ്ചാവ് കടത്തിക്കൊണ്ടുവന്ന ചാലക്കുടിയിലും പരിസരങ്ങളിലും വിതരണം ചെയ്യാനെത്തിച്ച കഞ്ചാവാണ് പിടികൂടിയത്. കൊടകരയിൽ വന്നിറങ്ങി ഓട്ടോറിക്ഷ കാത്തു നിൽക്കവെയാണ് ഷാജിയെ പോലീസ് സംഘം പിടികൂടിയത്. സംശയാസ്പദമായ സാഹചര്യത്തിൽ ഷോൾഡർ ബാഗും മറ്റൊരു വലിയ ബാഗുമായി നിൽക്കുകയായിരുന്നു ഇയാൾ. പോലീസിനെ കണ്ട ബാഗുകളുമായി ഒളിക്കാൻ ശ്രമിച്ചതാണ് പിടിക്കപ്പെടാൻ ഇടയാക്കിയത്. ഷാജിയെ പിടികൂടി കഞ്ചാവ് കണ്ടെടുത്ത അന്വേഷണ സംഘത്തിൽ ചാലക്കുടി ഡിവൈഎസ്പി സുമേഷ്, ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ഉല്ലാസ് കുമാർ, ചാലക്കുടി CI സജീവ് MK, കൊടകര CI ദാസ് PK, സബ് ഇൻസ്പെക്ടർമാരായ പ്രദീപൻ, അരിസ്റ്റോട്ടിൽ, റെജിമോൻ, ഡാൻസ് ഓഫ് അംഗങ്ങളായ വിജി സ്റ്റീഫൻ, സതീശൻ മടപ്പാട്ടിൽ, റോയ് പൗലോസ്, ഷീബ അശോകൻ, റെജി, ബിനു MJ, ഷിജോ തോമസ്,
കൊടകര സ്റ്റേഷനിലെ ASI സജു പൗലോസ്, ബെന്നി KP, സീനിയർ CPO പ്രതീഷ്, സൈബർ സെൽ ഉദ്യോഗസ്ഥരായ സനൂപ്, സിൽജോ, സ്പെഷ്യൽ ബ്രാഞ്ച് ഓഫീസർ വിമൽ എന്നിവരാണ് ഉണ്ടായിരുന്നത്. മീഡിയ ടൈം, തൃശൂർ. 36 വർഷങ്ങൾക്കു ശേഷം നെജുവും ഇസ്മായിലും കൊടുങ്ങല്ലൂർ സബ് രജിസ്ട്രാർ ഓഫീസിന് പടികൾ കയറി. കൂടെ ഇസ്മായിലിന്റെ ഉമ്മയും ഉപ്പയും നെജുവിന്റെ സഹോദരിയും കൊച്ചുമകളും. ബ്രിട്ടീഷുകാരുണ്ടാക്കിയ ഇന്ത്യൻ ശരീഅത്ത് നിയമത്തിൽ പിന്തുടർച്ചാവകാശ നിയമത്തിലെ ലിംഗവിവേചനപരമായ അനീതിയെ ചോദ്യം ചെയ്തുകൊണ്ട് അവർ SMA നിയമപ്രകാരം അവരുടെ വിവാഹം രജിസ്റ്റർ ചെയ്തു. ഇസ്മായിലിന്റെ ഉപ്പ എരമംഗലത്ത് അബ്ദുൾ ഹഗും ഉമ്മ ഖദീജ ബീബി നെജുവിന്റെ സഹോദരി മുജിദയും സാക്ഷികളായി ഒപ്പിട്ട് ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷിയായി. ഫോറം ഫോർ ജെൻഡർ ഇക്വാലിറ്റി എമംഗ് മുസ്ലിം സംസ്ഥാന ചെയർപേഴ്സൺ ഡോക്ടർ ഖദീജ മുംദസ്, ചിന്തകനും മുൻ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടറുമായ ഡോക്ടർ PK പോക്കർ, പ്രശസ്ത നടനും അഭിഭാഷകനുമായ ഷുക്കൂർ വക്കീൽ, ഫോർജം ജോയിൻ കൺവീനർ A സുൽഫത്ത്, ഡോക്ടർ കുസുമം ജോസഫ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. തുടർന്ന് ഹെൽത്ത് കെയർ സെന്ററിൽ അനുമോദന സമ്മേളനവും SMA വിവാഹം നിസ്സഹായരുടെ പ്രതിരോധം എന്ന വിഷയത്തിൽ സെമിനാറും നടന്നു. സെമിനാർ ഡോക്ടർ PK പോക്കർ ഉദ്ഘാടനം ചെയ്തു. സ്വത്തവകാശം, പൗര എന്ന പദവിയും പരസ്പരം ബന്ധപ്പെട്ടതാണെന്നും പൂർണ്ണ പൗരത്വം ലിംഗവിഭാഗങ്ങൾക്ക് സാധ്യമാകുന്നതും തുല്യ സ്വത്തവകാശം ലഭിക്കുമ്പോഴാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സഹോദരങ്ങൾക്കു ആൺമക്കൾക്ക് കൂടുതൽ സ്വത്ത് ലഭിക്കുന്നത് തടയാനുള്ള പ്രതിരോധ നടപടിയല്ല SMA വിവാഹം. അത് സ്ത്രീയുടെ അന്തസ്സും അഭിമാനവും തുല്യതയും ഉയർത്തിപ്പിടിക്കുന്ന ഒരു സാമൂഹിക നടപടിയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇസ്ലാമിക സമൂഹം ഫാസിസ്റ്റ് അടിച്ചമർത്തലിന് വിധേയമാകുന്ന സമകാലീനാവസ്ഥയിൽ മതത്തിനകത്ത് സ്ത്രീയും പുരുഷനും തമ്മിലുള്ള വേർതിരിവ് വ്യാപകമാക്കുന്നതിന് പകരം സ്ത്രീകളുടെ അവകാശങ്ങൾ അംഗീകരിച്ചുകൊണ്ട് ഫാസിസ്റ്റ് വിരുദ്ധ സമരത്തിൽ സാമൂഹിക ഐക്യദാർഢ്യം സൃഷ്ടിക്കാൻ മതനേതൃത്വങ്ങൾ തയ്യാറാവണമെന്ന് അധ്യക്ഷ പ്രസംഗത്തിൽ ഡോക്ടർ ഖദീജ മുംദാസ് ആവശ്യപ്പെട്ടു. ഇന്ത്യൻ ശരീഅത്ത് ആക്ട് നിരവധി സ്ത്രീവിരുദ്ധ വകുപ്പുകൾ നിറഞ്ഞതാണെന്നും വിവാഹം, വിവാഹമോചനം, സ്വത്തവകാശം തുടങ്ങിയ കാര്യങ്ങളിൽ തുല്യനീതിക്ക് ഖുർആൻ എതിരല്ലെന്നും വിഷയം അവതരിപ്പിച്ച് സംസാരിച്ച അഡ്വക്കേറ്റ് ഷുക്കൂർ ചൂണ്ടിക്കാട്ടി. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. ഇനി നാട്ടിൽ നടന്നത്. പുതുക്കാട് പഞ്ചായത്ത് ഓഫീസിന് സമീപം ദേശീയപാതയോരത്ത് നിന്ന് ബൈക്ക് മോഷ്ടിച്ച പ്രതിയെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. മലപ്പുറം പാണ്ടിക്കാട് സ്വദേശി കുന്നുമ്മൽ വീട്ടിൽ 18 വയസ്സുള്ള നൌഷാദ് എന്ന സത്യവേലാണ് കോയമ്പത്തൂരിൽ നിന്ന് അറസ്റ്റിലായത്. മോഷ്ടിച്ച ബൈക്കും പോലീസ് കണ്ടെത്തി. ഈ മാസം 4-ന് പുലർച്ചെ പാതയോരത്ത് നിർത്തിയിട്ടിരുന്ന വേലൂപ്പാടം സ്വദേശിയുടെ 1.5 ലക്ഷം രൂപ വിലയുള്ള ബൈക്കാണ് മോഷണം പോയത്. ബൈക്ക് ഹാൻഡ് ലോക്ക് ചെയ്ത ശേഷം നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ പോയി മടങ്ങിയെത്തിയപ്പോഴാണ് ബൈക്ക് കാണാതായത്. ഇതേ തുടർന്ന് ബൈക്കിന്റെ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചിരുന്നു. നമ്പറില്ലാത്ത ബൈക്ക് കണ്ട് സംശയം തോന്നിയ പാണ്ടിക്കാടുള്ള ഒരാളാണ് പോലീസിന് വിവരം അറിയിച്ചത്. പോലീസ് സ്ഥലത്തെത്തുമ്പോഴേക്കും ഇയാൾ ബൈക്കുമായി മുങ്ങിയിരുന്നു. പ്രതിയുടെ വീട്ടിലെത്തിയ പോലീസ് മൊബൈൽ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് കോയമ്പത്തൂരിലുണ്ടെന്ന് മനസ്സിലായത്. അവിടെയെത്തി പിടികൂടുന്നതിനിടെ പോലീസിനെ ആക്രമിക്കാൻ ശ്രമിച്ച പ്രതിയെ സാഹസികമായാണ് കീഴ്പ്പെടുത്തിയത്. പുതുക്കാട് SHO V സജീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മാള ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അന്നമനടയിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. അന്നമനട ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നും ആരംഭിച്ച മാർച്ച് ട്രഷറിക്ക് മുന്നിൽ സമാപിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് KK കാർത്തികേയൻ ഉദ്ഘാടനം ചെയ്തു. ആനുകൂല്യങ്ങളല്ല, അവകാശങ്ങളാണ്. അവകാശങ്ങളാണെന്ന് ഞാൻ പറയുന്നതല്ല. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം 82 വരെയുള്ള, ഞാൻ എല്ലാം പറയുന്നില്ല, 1947 സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 1982 വരെയുള്ള കാലഘട്ടങ്ങളിൽ പല ഘട്ടങ്ങളിലും കൂടുതലും കുറവുമായിട്ടുള്ള അവഗണന കൊണ്ട് അവശത അനുഭവിച്ചൊരു വിഭാഗമാണ് പെൻഷൻകാർ. ആദ്യകാലങ്ങളിൽ ഈ പെൻഷനെ സംബന്ധിച്ചുണ്ടായിരുന്ന നിയമം, പെൻഷൻ അനുവദിക്കുന്ന അതേ അധികാരിക്ക് തന്നെ ഇയാളുടെ നടത്തിപ്പിൽ എന്തെങ്കിലും പോരായ്മ കണ്ടാൽ അത് നിർത്തൽ ചെയ്യാനുള്ള അവകാശം കൂടി ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ ഓർക്കണം. ബ്ലോക്ക് പ്രസിഡന്റ് PP പുഷ്പാങ്കദൻ അധ്യക്ഷത വഹിച്ചു. PS സേതുമാധവൻ, KK ദേവസിക്കുട്ടി എന്നിവർ സംസാരിച്ചു. 12ാം പെൻഷൻ പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കുക, 11ാം പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയും OAയും അനുവദിക്കുക, മെഡിസിപ്പ് അപാകതകൾ പരിഹരിച്ച് ക്യാഷ്ലെസ് ചികിത്സ ഉറപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ചും ധർണയും നടത്തിയത്.
40 അടി ഉയരത്തിൽ കൂറ്റൻ നക്ഷത്രം നിർമ്മിച്ച് തുമ്പരശ്ശേരി പള്ളിയിലെ KCYM യൂണിറ്റ്. ക്രിസ്തുമസിനോടനുബന്ധിച്ചാണ് യൂണിറ്റ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ കൂറ്റൻ നക്ഷത്രം നിർമ്മിച്ചത്. ഇടവക വികാരി ഫാദർ ഡോഫിൻ കാട്ടുപറമ്പിൽ, KCYM പ്രസിഡന്റ് ഷൈൻ ഷാജു, ജോയൽ ഡേവിസ്, നോബിൾ ജോൺസൺ, ജോയൽ ജോൺ, ഡെൽവിഷ് ജോർജ്, ജോയൽ കോച്ചേരി, കൈക്കാരന്മാർ എന്നിവർ നക്ഷത്രം സ്ഥാപിക്കുന്ന ചടങ്ങിൽ പങ്കെടുത്തു. മൺമറഞ്ഞ മാധ്യമ പ്രവർത്തകരെ അനുസ്മരിക്കുന്നതിനായി ചാലക്കുടി പ്രസ് ഫോറം സംഘടിപ്പിക്കുന്ന പ്രണാമം 2025 പരിപാടിയുടെ ഭാഗമായി വിവിധ ജില്ലാ മാധ്യമ പുരസ്കാരങ്ങൾക്ക് എൻട്രികൾ ക്ഷണിച്ചു. തൃശൂർ ജില്ലയിലെ പ്രാദേശിക പത്ര ദൃശ്യ മാധ്യമ പ്രവർത്തകർക്കും വാർത്താചിത്രത്തിനും ജില്ലയിലെ സ്ത്രീ പുരുഷ വാർത്താവതാരകർക്കും ഓൺലൈൻ വാർത്തയ്ക്കുമാണ് പുരസ്കാരം നൽകുക. എല്ലാ വിഭാഗങ്ങളിലുമുള്ളവരുടെയും എൻട്രികൾ 2024 ഡിസംബർ 18 വൈകിട്ട് 5 മണിക്ക് മുൻപായി ലഭിക്കണം. വിലാസം: അക്ഷര ഉണ്ണികൃഷ്ണൻ, സെക്രട്ടറി, ചാലക്കുടി പ്രസ് ഫോറം, 2ാം നില, മുനിസിപ്പൽ ജൂബിലി ബിൽഡിംഗ്, ചാലക്കുടി. പിൻകോഡ് 680307. കൂടുതൽ വിവരങ്ങൾക്ക് 8281770676 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടണം. പുരസ്കാര സമർപ്പണവും മൺമറഞ്ഞ മാധ്യമ പ്രവർത്തകരെ അനുസ്മരിക്കലും ഉൾപ്പെടുന്ന പ്രണാമം 2025 ജനുവരി 1 ചാലക്കുടിയിൽ നടത്തുമെന്ന് ചാലക്കുടി പ്രസ് ഫോറം പ്രസിഡന്റ് ഭരിത പ്രതാപ്, സെക്രട്ടറി അക്ഷര ഉണ്ണികൃഷ്ണൻ, ട്രഷറർ റോസ്മോൾ ഡോണി, പ്രണാമം 2025 ചെയർമാൻ രമേഷ് കുമാർ കുഴിക്കാട്ടിൽ, ജനറൽ കൺവീനർ ഷാലി മുരുങ്ങൂർ, ചീഫ് കോർഡിനേറ്റർമാരായ വിൽസൺ മേച്ചേരി, KB ബിനേഷ് എന്നിവർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. വെള്ളാങ്കല്ലൂർ ICDS പ്രൊജക്റ്റിലെ ഓഫീസർ ആനുകൂല്യങ്ങൾ നൽകുന്നതിൽ കൃത്യവിലോപം വരുത്തുകയും അങ്കണവാടി പ്രവർത്തകരോടും കീഴ്ജീവനക്കാരോടുമുള്ള അധികാര ദുർവിനിയോഗം, ഭീഷണി, മാനസിക പീഡനം എന്നിവ തുടരുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രി, വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി തുടങ്ങിയവർക്കെല്ലാം പരാതികൾ നൽകിയിട്ടുണ്ട്. എന്നാൽ ഓഫീസർ തുടർന്നും പ്രവർത്തകരോട് മനുഷ്യത്വരഹിതമായി പെരുമാറിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ആരോപണം. ഈ സാഹചര്യത്തിൽ പ്രൊജക്ട് ലീഡർ മനുഷ്യാവകാശ ദിനത്തിൽ വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ ഉപവാസ സമരം നടത്തി. MLA, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ കുറ്റിപ്പറമ്പിൽ, മറ്റു ജനപ്രതിനിധികൾ, ജില്ലാ പ്രോഗ്രാം ഓഫീസർ തുടങ്ങിയവർ സമരസ്ഥലത്തെത്തി. PP സുഭാഷ്, സുരേഷ് പണിക്കശ്ശേരി, അങ്കണവാടി യൂണിയൻ ജില്ലാ പ്രസിഡന്റ് AS ശിവൻ, സുരേഷ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു. MLA അഡ്വക്കേറ്റ് VR സുനിൽകുമാർ നാരങ്ങ നീര് നൽകിക്കൊണ്ട് ഉപവാസ സമരം അവസാനിപ്പിച്ചു. എടവിലങ്ങ് പഞ്ചായത്തിലെ ICDSന് കീഴിലുള്ള അങ്കണവാടി ടീച്ചർ ഹെൽപ്പർ തസ്തികയിലെ റാങ്ക് ലിസ്റ്റിൽ അർഹരും യോഗ്യരുമായ ഉദ്യോഗാർത്ഥികളെ ഒഴിവാക്കി LDF ഭരണസമിതിക്ക് വേണ്ടപ്പെട്ടവരെ മാത്രം നിയമിക്കുന്നതിന് വേണ്ടി തയ്യാറാക്കിയ റാങ്ക് ലിസ്റ്റ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് എടവിലങ്ങ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. UDF നിയോജക മണ്ഡലം കൺവീനർ PS മുജീബ് റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് EK സജീവൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ EK സോമൻ, EM ജോസഫ്, ദേവസി, മേരി ജോളി, ബ്ലോക്ക് ജനറൽ സെക്രട്ടറിമാരായ CA ഗുഹൻ, EM ആന്റണി, KK സഫർ അലി ഖാൻ, സരോജിനി ശിവദാസൻ, ബെന്നി കാവാലംകുഴി, നജി P മുഹമ്മദ്, മണ്ഡലം ഭാരവാഹികളായ PK സക്കറിയ, ജോസ്മി ടൈറ്റസ്, KK മുഹമ്മദ് റാഫി, PV അറുമുഖൻ, KK ജയൻ എന്നിവർ സംസാരിച്ചു. മണപ്പുറം ഫൗണ്ടേഷന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന മുകുന്ദപുരം പബ്ലിക് സ്കൂളിൽ ഇരിങ്ങാലക്കുട ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ദ്വിദിന അധ്യാപക ശില്പശാല നടത്തി. ലയൺസ് ക്ലബ്ബ് മൾട്ടിപ്പിൾ കൗൺസിൽ ചെയർപേഴ്സണും മണപ്പുറം ഫൗണ്ടേഷൻ കോ-ഫൗണ്ടറുമായ സുഷമ നന്ദകുമാർ ശില്പശാല ഉദ്ഘാടനം ചെയ്തു. കൗമാരപ്രായക്കാരായ കുട്ടികളുടെ പ്രശ്നങ്ങളെ കണ്ടെത്തി പെട്ടെന്നുള്ള പ്രശ്നപരിഹാരത്തിന് വേണ്ടുന്ന നടപടികൾ സ്വീകരിക്കാൻ അധ്യാപകരെ സജ്ജരാക്കുക എന്നതായിരുന്നു പരിശീലന വിഷയം. പ്രൊഫസർ വർഗീസ് വൈദ്യൻ, സുൽത്താൻ ബത്തേരി ചീഫ് ഫാക്കൽറ്റിയും നന്ദകുമാർ, RS തിരുവനന്തപുരം കോ ഫാക്കൽറ്റിയുമായിരുന്ന ലയൺ ഡിസ്ട്രിക്ട് ഗവർണർ ജെയിംസ് വളപ്പില മുഖ്യാതിഥിയായിരുന്നു. 2 ദിവസം നീണ്ടുനിന്ന അധ്യാപക പരിശീലന ക്ലാസിന്റെ സമാപന ചടങ്ങ് ലയൺസ് മുൻ ഡിസ്ട്രിക്ട് ഗവർണർ VA തോമാസ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കോർഡിനേറ്റർ AA ആന്റണി അധ്യക്ഷത വഹിച്ചു. മണപ്പുറം ഫൗണ്ടേഷൻ CEO ജോർജ് D ദാസ്, KS പ്രദീപ്, മുകുന്ദപുരം പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ ജിജി കൃഷ്ണ, അഡ്വക്കേറ്റ് ജോൺ നിതിൻ തോമസ്, ഇരിങ്ങാലക്കുട ലയൺസ് ക്ലബ് പ്രസിഡന്റ് ബിജു ജോസ് കൂനൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് അധ്യാപകർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു. KKTM ഗവൺമെന്റ് കോളേജ് പുല്ലൂറ്റും കേരള സർക്കാരിന് കീഴിൽ പ്രവർത്തിക്കുന്ന പാർലമെന്ററി കാര്യ വകുപ്പും ചേർന്നുകൊണ്ട് ദേശീയതയും ഇന്ത്യൻ ജനാധിപത്യവും എന്ന വിഷയത്തിൽ ഏകദിന ദേശീയ സെമിനാർ സംഘടിപ്പിച്ചു. KK ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ബിന്ദു ശർമിള അധ്യക്ഷത വഹിച്ചു. പാർലമെന്ററി കാര്യ വകുപ്പ് ഡയറക്ടർ ജനറൽ ഡോക്ടർ ബിവീഷ് UC മുഖ്യാതിഥിയായിരുന്നു. സംസ്ഥാനത്തെ വിവിധ കലാലയങ്ങളിൽ നിന്നായി ഒട്ടനവധി അധ്യാപകരും വിദ്യാർത്ഥികളും പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും.
വെള്ളിക്കുളങ്ങര ആനപ്പാന്തത്ത് ആദിവാസി വീട്ടമ്മയെ കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ശാസ്താംപൂവം ആദിവാസി നഗരിൽ കാടർ വീട്ടിൽ മീനാക്ഷിയെയാണ് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. കൊട്ടേക്കാട് സ്കൂട്ടറിന് തീപിടിച്ച് ഗുരുതരമായി പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. പേരാമംഗലം സ്വദേശി 24 വയസ്സുള്ള വിഷ്ണുവാണ് മരിച്ചത്. തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ ബുധനാഴ്ച രാവിലെയായിരുന്നു മരണം. 23 കിലോയോളം കഞ്ചാവുമായി കുപ്രസിദ്ധ മയക്കുമരുന്ന് കടത്തുകാരൻ പിടിയിൽ. മാള പൂപ്പത്തി നെടുമ്പറമ്പിൽ ഷാജി എന്ന പൂപ്പത്തി ഷാജിയാണ് പിടിയിലായത്. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.